നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ ലോറൽ ഡേ 2K25 സംഘടിപ്പിച്ചു. ചാലക്കുടിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. മുപ്പത്തിയാറാമത് ദേശീയ പോട്ട ബൈബിൾ കൺവെൻഷൻ മാർച്ച് 5 മുതൽ 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലുപ്പാടം കവരംപള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. വാർത്തകൾ വിശദമായി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ M. സ്വരാജ്, ജാഥ മാനേജർമാരായ വത്സൻ പാനോളി, അനുശ്രീ എന്നിവർ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ M. സ്വരാജ്, KJ ഡിക്സൺ, PR പ്രസാദൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സഖാവ് PK ശിവരാമൻ, സംഘാടക സമിതിക്ക് വേണ്ടി സഖാവ് TA രാമകൃഷ്ണൻ, സഖാവ് PR പ്രസാദൻ, കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് KD അപ്പച്ചൻ, കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അൻവർ സാദിഖ്. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന പൊതുസമ്മേളന നഗരിയായ കൊല്ലത്തെ സീതാറാം യെച്ചൂരി നഗർ ഉയർത്തുന്നതിനുള്ള രക്തപതാകയാണ് 1-ാം തീയതി വൈകുന്നേരം അനുസൃതരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണദിനം. മാസ്റ്ററാണ് സഖാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജിന് പതാക കൈമാറിക്കൊണ്ടാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ ലോറൽ ഡേ 2K25 സംഘടിപ്പിച്ചു. കൊടകര ASI ഷാജു പൗലോസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ വത്സ OSB, പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെയിൻ മാത്യു, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ആൻ മേരി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ അഭിരുചികളെ വളർത്തുന്നതിനായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളായവർക്കുള്ള സമ്മാനദാനവും കുട്ടികളുടെ വ്യത്യസ്തതയാർന്ന കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങൾ, ചെറിയ കുട്ടികളായും വലിയ കുട്ടികളും 2 കാര്യങ്ങളാണ്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുക. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ആരോഗ്യമുള്ള എനിക്ക് കരാട്ടെ ക്ലാസ്സിൽ വിഷ്ണുവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എത്ര കുട്ടികളെങ്കിലും This is a great moment wherein we are celebrating the empowering of excellence and celebrating success. And what are we empowering? We as Leobian family empowering your excellence and then celebrating your success. And we all of us are here to celebrate this as we gather today. And try till you get the end. Sir told once he had to face failure, but he was pursuing his dream. Failure means first attempt in learning, but he took it as like that and he gone hardworking and he achieved his dream. ചാലക്കുടിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. നെല്ലായി പന്തല്ലൂർ സ്വദേശിയായ പാണപ്പറമ്പിൽ സലീഷ് എന്നയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 9:30 യുവതി ജോലി നോക്കുന്ന ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തുള്ള ഫാർമസിയിൽ അതിക്രമിച്ചു കയറി അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്.
ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ, കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവരും ചേർന്നാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത്. പ്രതി ഉപയോഗിച്ച സ്കൂട്ടർ സംഭവസ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 36ാമത് ദേശീയ പോട്ട ബൈബിൾ കൺവെൻഷൻ മാർച്ച് 5 മുതൽ 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5-ാം തീയതി രാവിലെ 9 മണിക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിയർപ്പിച്ച് വചന സന്ദേശം നൽകും. കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുന്നത് തലശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനിയാണ്. വിവിധ ദിവസങ്ങളിൽ ഫാദർ സേവ്യൻ ഖാൻ വട്ടലായി, ബ്രദർ സന്തോഷ് കരുമത്ര, ഫാദർ മാത്യു നക്കപ്പറമ്പിൽ, ഫാദർ ജോർജ് പനക്കൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് ധ്യാനമുണ്ടായിരിക്കുക. 10,000 പേർക്ക് ഒരേ സമയം കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കായി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ കൺവെൻഷൻ ദിവസം സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികളായ ഫാദർ ഡെർബിൻ ഇടിക്കാട്ടി, ഫാദർ ഫ്രാൻസിസ് കർത്താനം, പോൾ അക്കര തുടങ്ങിയവർ അറിയിച്ചു. നമുക്ക് സാധാരണയായിട്ട് പോട്ട ആശ്രമത്തിന്റെ സാധാരണ നടക്കുന്ന പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയം കൂടാതെ ആശ്രമത്തിന്റെ മുറ്റവും ഗ്രൗണ്ടും സമയപ്രദേശങ്ങളെല്ലാം പന്തൽ ക്രമീകരിച്ചാണ് നടത്തുന്നത്. നമ്മളൊരു 15,000 ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പന്തലും കാര്യങ്ങളൊക്കെ ക്രമീകരണം കഴിഞ്ഞു. ബൈബിൾ കൺവെൻഷനാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പല പള്ളികളിലും പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള ബൈബിൾ കൺവെൻഷനുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. പക്ഷേ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം ഇത് ധ്യാന കേന്ദ്രങ്ങളുടെ തറവാടാണ്. ചാലക്കുടിക്ക് എന്നും അഭിമാനിക്കാവുന്ന വലിയൊരു കാര്യമാണ്. വേലുപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. വേലുപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം നിയന്ത്രണ വിധേയമാക്കി. സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. രാവിലെ 10:30 KFRI മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. ഇവിടെ നിരവധി മുളകൾ കത്തിനശിച്ചു. തൊഴിലാളികൾ ചേർന്ന് ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പറമ്പുകളിലെ നിരവധി തെങ്ങ്, കവുങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് എന്നിവ കത്തിനശിച്ചു. നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ചേർന്നാണ് ആദ്യം തീകെടുത്താൻ ശ്രമം നടത്തിയത്. വ്യാപകമായി തീ പടർന്നതോടെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീപിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി. ഇതിനിടെ പറമ്പുകളിലേറെയും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീ അണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ കവരംപിള്ളിക്കുന്നിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പുക ഉയരുന്നതായും രാത്രിയിൽ വീണ്ടും തീ പടരാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ് മേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 5-ന് മണി സ്മൃതി 2025 ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന് സമീപം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ് മേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 5-ന് മണിസ്മൃതി 2025 ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന് സമീപം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 മണി മുതൽ നാടൻപാട്ട് മത്സരവും മിമിക്രി മത്സരവും ആരംഭിക്കും. വിജയികൾക്ക് ഉണർത്ത് ഫോക്ക് ബാൻഡും ഒലീവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നൽകുന്ന ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കും. ഇടവേളകളിൽ കാവിലമ്മ വനിതാ ഓണക്കളി ടീമിന്റെ ഓണക്കളിയും ഹൃദ്യ ഷിലിൻ നയിക്കുന്ന വനിതാ ചിന്തു ടീമിന്റെ ചിന്തുപാട്ടുകളും ഉണ്ടാകും. 7 മണിക്ക് നടക്കുന്ന കലാകാരന്മാർക്കുള്ള ധനസഹായ വിതരണവും കലാകാരന്മാരെ ആദരിക്കലും നടക്കും. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരങ്ങളായ ദേവൻ, റിയാസ് ഖാൻ, സുധീർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ സ്വാക് പ്രസിഡന്റ് ജോബി കൊടകര, സെക്രട്ടറി പ്രദീപ് പുലാനി, വൈസ് പ്രസിഡന്റ് അനൂപ് കൊടകര, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ ചാലക്കുടി എന്നിവർ പങ്കെടുത്തു. സ്വാക്ക് സ്റ്റേജ് കൊണ്ട്
ഉപജീവനം നടത്തുന്ന കലാകാരന്മാരുടെ സംഘടനയാണ് സ്വാക്ക്. സ്വാക്ക് സംഘടന എല്ലാ വർഷവും നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ചരമവാർഷിക ദിനമായ മാർച്ച് 6-ാം തീയതിയാണ് മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞത്. പക്ഷേ നമ്മൾ മാർച്ച് 5-ാം തീയതിയാണ് സംഘടനയുടെ പേരിലുള്ള മണിസ്മൃതി പ്രോഗ്രാം നടത്തുന്നത്. ഇത്തവണയും നമ്മൾ നടത്തുന്നുണ്ട്. സൗത്ത് പാലത്തിൻ്റെ താഴെയാണ്, വലിയൊരു സ്റ്റേജിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. വിശിഷ്ട വ്യക്തികൾ ആയിട്ട് വരുന്നത് നമ്മുടെ ആക്ടർ സുധീർ, ആക്ടർ റിയാസ് ഖാൻ, ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ, അതോടൊപ്പം ആൽബം സോങ്സുകൾ, നാടൻപാട്ട് സോങ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രവാസി കൂടിയായ തന്യം തോമസ്, അദ്ദേഹത്തെ നമ്മൾ കലാകാരന്മാരുടെ പേരിൽ ചെറിയൊരു ആദരവ് അദ്ദേഹത്തിനും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കലാഭവൻ മണിച്ചേട്ടനോടൊപ്പം ഓഡിയോ കാസറ്റുകളിൽ തിളങ്ങി നിന്ന രമേശൻ എന്നൊരു കഥാപാത്രമൊക്കെ ചെയ്ത കഷായം വെളിക്കും പോലുള്ള പഴയ കാലത്തെ ഓഡിയോ കാസറ്റിലെ സൂപ്പർ ഹിറ്റ് താരം കലാഭവൻ സലീം ഇപ്പോഴും മിമിക്രി രംഗത്തും സിനിമാ മേഖലയിലും മെന്റലിസം പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സീനിയർ മിമിക്രി കലാകാരൻ, അതോടൊപ്പം മിമിക്രിയിലൂടെ കലാരംഗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒലിവിയ എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ MD കൂടിയാണ് സീനിയർ മിമിക്രി കലാകാരൻ കൂടി കൃഷ്ണകുമാർ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ ലോറൽ ഡേ 2K25 സംഘടിപ്പിച്ചു. ചാലക്കുടിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. ാമത് ദേശീയ പോട്ട ബൈബിൾ കൺവെൻഷൻ മാർച്ച് 5 മുതൽ 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലുപ്പാടം കവരംപള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.